നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് റിലയൻസിനെയും അദാനിയെയും ഒക്കെ തോൽപ്പിക്കും. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. തൃശൂർ ജില്ലയിൽ മാത്രം CPMന് 101 സ്ഥാവരജംഗമ വസ്തുക്കളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. എന്നാൽ IT വകുപ്പിന് നൽകിയ കണക്കിൽ കാണിച്ചത് ഒരു കെട്ടിടം മാത്രം. 7 വസ്തുക്കൾ വിറ്റുവെന്നാണ് ഇൻകം ടാക്സിന് നൽകിയ കണക്കിൽ പറയുന്നത്. തൃശൂർ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദായനികുതി കണക്കിൽ കാണിച്ചത് ജില്ലാ ആസ്ഥാനത്തെ സ്വത്ത് വിവരം മാത്രം. പ്രാദേശിക തലത്തിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിൽ ED പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. നേരത്തെ കരുവന്നൂർ ബാങ്കിൽ CPMന് രഹസ്യ അക്കൗണ്ടുകളുണ്ട് എന്ന് ED കണ്ടെത്തിയിരുന്നു. തൃശ്ശൂരിലുള്ളത് 25ഓളം അക്കൗണ്ടുകൾ. ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകളായി പ്രവർത്തിച്ചിരുന്നു ഈ 25 അക്കൗണ്ടുകളുമെന്ന് ED പറയുന്നു. അന്വേഷണ വിവരങ്ങൾ റിസർവ് ബാങ്കിനെയും ഇലക്ഷൻ കമ്മീഷനെയും അറിയിച്ചിരിക്കുന്നു. പിന്നാലെ ആദായ നികുതി വകുപ്പും ഇപ്പോൾ സജീവ അന്വേഷണം ആരംഭിച്ചു. കള്ളപ്പണ ഇടപാടുകൾ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരിശോധന നീളുന്നു. പാർട്ടിയുടെ 10 വർഷത്തെ പണമിടപാടുകളാണ് ആദായ നികുതി വകുപ്പ് പരിശോധിക്കുക. ആദായ നികുതി വകുപ്പ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ CPMന്റെ MG റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ 4 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ IT വകുപ്പിന്റെ നടുക്കുന്ന നീക്കങ്ങൾ. അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പാർട്ടി രഹസ്യമാക്കി വച്ചിരുന്നു. അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ സ്രോതസ്സിനെക്കുറിച്ച് ആദായ നികുതി കണക്കിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ ദുരൂഹതയാണ് ഇതിനു പിന്നിൽ. പാർട്ടിയുടെ പൊതുമേഖലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമുള്ള അക്കൗണ്ടുകൾ ഇനി വ്യാപകമായി പരിശോധിക്കും. ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ശാഖയിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ ഇടപാടുകൾ കണ്ടെത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം തൃശൂർ ജില്ലാ സെക്രട്ടറി എന്തിനാണ് 1 കോടി രൂപ പിൻവലിച്ചത്? ഒരു സ്ഥാനാർത്ഥിക്ക് ഔദ്യോഗികമായി ചെലവഴിക്കാൻ കഴിയുന്നത് 95 ലക്ഷം രൂപ മാത്രമാണ്. ഏപ്രിൽ 2-ാം തീയതിയാണ് ഈ പണം പിൻവലിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ആദായ നികുതി വകുപ്പ് ചോദിച്ചു കഴിഞ്ഞു. ഈ പണം ഉപയോഗിക്കരുത് എന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്നത് 95 ലക്ഷം രൂപയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിവരം അറിയിച്ചു കഴിഞ്ഞു. തൃശൂർ ജില്ലയിൽ മാത്രം CPM പാർട്ടിക്ക് 81 അക്കൗണ്ടുകൾ ഉള്ളതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. തട്ടിപ്പ് നടന്ന കരുവന്നൂരിൽ മാത്രം 5 രഹസ്യ അക്കൗണ്ടുകൾ. ഇതിന്റെ വിശദാംശങ്ങൾ EDയാണ് ആദായ നികുതി വകുപ്പിന് കൈമാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ തകർക്കാൻ BJPയും കേന്ദ്ര ഏജൻസികളും ചേർന്ന് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി എന്ന് ജില്ലാ കമ്മിറ്റി കൺവീനർ KV അബ്ദുൽ ഖാദർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇപ്പോൾ പിണറായി വിജയൻ രംഗത്തെത്തി. സുരേഷ് ഗോപിക്ക് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുക്കൾ നീക്കുന്നുവെന്നാണ് പിണറായിയുടെ ആരോപണം. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് EDയെ ഇറക്കിയത്. CPMന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടിയും അതിന്റെ ഭാഗമാണ് എന്ന് പിണറായി വിജയൻ പറയുന്നു. മണ്ഡലത്തിൽ പക്ഷേ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താകും. ഇമ്മാതിരി കളി കൊണ്ടൊന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ നടക്കില്ല എന്ന് പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ ഇന്നലെ പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ CPMനെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഒരു വശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിന്റെ അന്വേഷണത്തിലാണ്. മറുവശത്ത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ പെട്ടുപോയ കിഫ്ബി മസാല ഇടപാട്. അതിലപ്പുറം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും സംയുക്തമായി നീങ്ങുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനും അപ്പുറം CPMന്റെ കള്ളപ്പണം തേടി. ഇതിനിടയിൽ കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജനും കൊച്ചി ED ഓഫീസിലെത്തി. ED ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. MM വർഗീസാണ് EDക്ക് മുന്നിൽ ആദ്യമെത്തിയത്. കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് MM വർഗീസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതുതന്നെയാവും താൻ EDക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത്. പുറത്തശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് തനിക്കറിയില്ല. അറിയുന്ന വിവരങ്ങൾ മാത്രമേ തനിക്ക് പറയാൻ കഴിയൂ. CPMന് യാതൊരുവിധ ഭയവുമില്ല.
ഇഡിക്കും IT-ക്കുമൊക്കെയുള്ളത് രാഷ്ട്രീയ അജണ്ട. എല്ലാ അക്കൗണ്ടും ക്ലിയറാണ്. പാർട്ടിയുടെ ഒരു സ്വത്ത് വിവരവും മറച്ചുവെച്ചിട്ടില്ല എന്ന് MM വർഗീസ്. എന്നാൽ കരുവന്നൂർ ബാങ്കിലെ CPM നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചും ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ അനുവദിച്ചതിനെക്കുറിച്ചുമാണ് മുഖ്യമായി ചോദ്യം ചെയ്യൽ. നേരത്തെ MM വർഗീസ് അടക്കമുള്ളവരെ മണിക്കൂറുകളോളം വിശദമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നതാണ്. അതിന്റെ തുടർ ചോദ്യം ചെയ്യലുകളാണ് ഇന്ന് നടക്കുന്നത്. ചോദ്യം ചെയ്യലിനിടെ MM വർഗീസിനെ ആദായനികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിരുന്നു. തൃശൂരിലെ ദേശസൽകൃത ബാങ്കുകളിലെ പണമിടപാടുകളെക്കുറിച്ചാണ് മുഖ്യമായി ചോദ്യങ്ങൾ. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത തരത്തിൽ വസ്തുതകളാണ് ഇപ്പോൾ പുറത്തേക്ക് വീശുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. 101 സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒരൊറ്റ പാർട്ടിക്ക്, അതും ഒരു ജില്ലയിൽ. CPM ഇതെന്തു ഭാവിച്ചാണ് എന്ന് മറ്റു സ്ഥാനാർത്ഥികൾ ചോദിക്കുന്നു. വടകരയിലും കണ്ണൂരിലുമൊക്കെ പാനൂരിലെ ബോംബ് രാഷ്ട്രീയമാണ് ഇപ്പോൾ തിളച്ചു മറിയുന്നത് എങ്കിൽ കേരളത്തിലെ മറ്റു ജില്ലകളിലൊക്കെ ഇപ്പോൾ സജീവ ചർച്ചയിലേക്ക് കടക്കുന്നത് CPMന്റെ കള്ളപ്പണ ഇടപാടുകൾ തന്നെ. കോടാനുകോടി രൂപ രഹസ്യ അക്കൗണ്ടുകളിൽ CPM ഒളിപ്പിച്ചു എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വെളിപ്പെടുത്തലുകളാണ് ഭയവിഹുലമായ അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ പാർട്ടിയെ തള്ളി വീഴ്ത്തിയിരിക്കുന്നത്. ആദായനികുതി വകുപ്പിൽ CPM കാണിച്ചത് ജില്ലാസ്ഥാനത്തെ സ്വത്തുവിവരം മാത്രമാണ്. പ്രാദേശിക തലത്തിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിവിൽ ED പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഇത്തരത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചതിൽ ഏറെ ദുരൂഹതയുണ്ട് എന്ന ആദായനികുതി വകുപ്പ്. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയാണ് മുഖ്യമായി ആദായനികുതി വകുപ്പ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഒപ്പം മുൻ MP ബിജുവിനെയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കരുവന്നൂരിലേക്ക് എത്തുമ്പോൾ CPM കൂടുതൽ പ്രതിരോധത്തിലാകും. ഇരിങ്ങാലക്കുടയിൽ നിന്ന് റോഡ് ഷോ ആയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂരിലേക്ക് യാത്ര ചെയ്യുകയും തുടർന്ന് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്യുമെന്നാണ് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മോദിയുടെ സന്ദർശനത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് അദ്ദേഹം പരാമർശമുന്നയിച്ചാൽ അത് സജീവ ചർച്ചകളിലേക്ക് കടക്കും എന്നുറപ്പ്. അതുകൊണ്ട് തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് CPMനെ ഇപ്പോൾ മുഖ്യമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് പാർട്ടി. അതിലപ്പുറം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന തന്റെ പഴയ പ്രയോഗമൊക്കെ പിണറായി വിജയൻ മാറ്റിവെച്ചിരിക്കുന്നു. CPM കള്ളപ്പണ ഇടപാടുകളുടെ കൂമ്പാരമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടർച്ചയായി ആരോപണമുന്നയിക്കുമ്പോൾ അതിനെ ഇനി പാർട്ടി എങ്ങനെ പ്രതിരോധിക്കും? ഒരു വശത്ത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ഈ നാടകമൊക്കെ എന്ന് പിണറായി അടക്കം വിശദീകരിക്കുമ്പോഴും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ വിയർക്കുകയാണ് മുതിർന്ന നേതാക്കൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.